സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ന് ഏതാണ്ട് കാലാവധി അവസാനിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. ഇന്ന് സമരം അവസാനിപ്പിക്കാനാണ് സാധ്യതയും. 967 പേരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് സമരത്തിൽ പങ്കെടുക്കുന്ന 3 പേർ ഉൾപ്പെടെ 45 പേർക്ക് കൂടി അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. അവസാന ദിവസത്തിലും പ്രതീക്ഷ കൈവിടാതെ സമരം ചെയ്യാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇന്ന് 12 മണിയോടെ അതിൻ്റെ സമയപരിധി, രാത്രിയോടെ സമയപരിധി അവസാനിക്കും. അതിനുശേഷം സമരം തുടർന്നിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. എന്തായാലും വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, എങ്ങനെയാണ് സമരം ചെയ്യുന്ന CPO ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം? ഹർഷൻ, അവസാന ദിവസമാണ് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. ഇന്നും ഈ അവസാന ദിവസത്തിലും സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. 11 മണിയോടുകൂടി ഇവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോൾ ടിക്കറ്റുകൾ ഉൾപ്പെടെ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരിക്കും ഇന്ന് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുക. കഴിഞ്ഞ 18 ദിവസമായി ഇവർ നിരാഹാര സമരത്തിലാണ്. 967 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ പകുതി പോലും നിയമനങ്ങൾ നടത്തിയില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ഈ പ്രതിഷേധത്തിനുള്ള പിന്നിലെ കാരണം. നിലവിൽ 337 പേർക്കാണ് ടോട്ടലായി മൊത്തത്തിൽ നിയമനം നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഇന്നലെ സർക്കാർ ഉൾപ്പെടെ 45 പേർക്ക്, ഈ സമരത്തിൽ ഉൾപ്പെട്ട 3 പേർ ഉൾപ്പെടെ 45 പേർക്കാണ് നിയമനം നൽകിയിട്ടുള്ളത്. എന്തായാലും അവസാന ദിവസത്തിലും സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ചേച്ചി, ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് 12 മണിയോടുകൂടി ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി തീരും. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രതീക്ഷയുണ്ട് ഈ അവസാന ദിവസത്തിൽ? പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കഴിഞ്ഞ ദിവസവും ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ ആ ദിവസം പോലും വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പം അങ്ങനൊരു തീരുമാനം ഞങ്ങളുടെ ലിസ്റ്റിനോടും കാണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ 18 ദിവസമായിട്ട് നമ്മളിനി സർക്കാരിൻ്റെ ശ്രദ്ധ ഞങ്ങളിലേക്ക് എത്താൻ വേണ്ടിയും ഞങ്ങൾ എന്തെല്ലാം വേദനകൾ ഇവിടെ സഹിച്ചു. ഇതുവരെയും ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും ഒരു സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പോലും ഒരാൾ പോലും എത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷമം. ഒരാളെങ്കിലും നമ്മളെ സന്ദർശിച്ചിട്ട് വേക്കൻസി ഇല്ല അല്ലെങ്കിൽ സാമ്പത്തികമായി എന്ന് നേരിട്ട് കണ്ട് നമ്മൾ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നേ ഞങ്ങൾക്ക് അത്രയെങ്കിലും ആശ്വാസമായേനെ. പക്ഷേ അതുകൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിൽ ഞങ്ങൾക്ക് അർഹതയില്ല എന്ന് കൂടി മുദ്ര കുത്തിയപ്പോഴത്തോളം ശരിക്കും നല്ല അധികം വിഷമത്തോടെ നമ്മളിവിടുന്ന് തിരിച്ചു മടങ്ങുന്നത്. ഇന്നത്തെ നമ്മളുടെ പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 20 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റാണ്. അന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഈ 2025 ഏപ്രിൽ 19 രാത്രി 12 മണിക്ക് ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ സമരം എങ്ങനെയായിരിക്കും? ഈ സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങളുടെ എല്ലാ അവസാനം എന്നോണം ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ച ആ റാങ്ക് ലിസ്റ്റും ഞങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് പോയ ഹാൾ ടിക്കറ്റും ഈ എക്സാം എഴുതിയ ഹാൾ ടിക്കറ്റും എല്ലാം ഞങ്ങൾ ഇന്ന് ഇവിടെ തീയിലിടുകയാണ്. നമ്മൾ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ എരിഞ്ഞു തീരുന്നത്. ഹർഷൻ, ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇവരുടെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സംഘടനയായിട്ടുള്ള സിസ്റ്റർ ഹത്തുന ഫൗണ്ടേഷൻ ഇന്നിവർക്ക് ഇവിടെ എത്തിയിരുന്നു. അതിൻ്റെ പ്രതിനിധികൾ ഇന്നിവിടെ എത്തിയിരുന്നു. അവർ ഈ സമരത്തിലിരിക്കുന്ന 50 പേർക്ക് ഇവരുടെ കോൺസ്റ്റബിൾ തസ്തികയുടെ തുല്യമായ വേതനം നൽകിക്കൊണ്ടുള്ള ഒരു ജോലി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം അതിൻ്റെ മറ്റു ഭാരവാഹികൾ ഇവിടെ എത്തുകയും ആ ഒരു കാര്യം കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അവസാന ദിവസത്തിലും വലിയ പ്രതിഷേധം, ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലാണ് ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നത്. ഹർഷൻ, 900 പേരായിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ 245 പേർക്ക് ആണ് നേരത്തെ ജോലി ലഭിച്ചത്. മറ്റുള്ളവരാണ് സമരരംഗത്തുണ്ടായിരുന്നത്. അതിൽ 45 പേർക്ക് കൂടി ഇപ്പോൾ അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. ഈ സമരം ചെയ്തുകൊണ്ടിരുന്ന 3 പേർ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, സമരരംഗത്തുണ്ടായിരുന്നവർ. അങ്ങനെ ഏതാണ്ട് 305 പേർക്കാണ് എന്നാണ് കരുതുന്നത് ഈ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ നിയമനം ലഭിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് നിയമനം ലഭിക്കില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിവരമാണ് മീര മനോഹരൻ റിപ്പോർട്ട് ചെയ്തത്.